ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത് അണ്ണൻ തമ്പി വാഴും നാടാണിത്. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെകെ. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മൂവിയിലെ ഒരു സോങ് ആണ്. സംഭവം വീഡിയോ സോങ് ആണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. നമ്മള് എല്ലായിടത്തും ഇങ്ങനെ മറ്റേ ലിറിക്കലായിരിക്കും നമ്മൾ കുറച്ച് കാണിച്ചിട്ട് ബാക്കി തിയേറ്ററിൽ നിന്ന് കണ്ടോന്ന് പറയും. ആൻഡ് പാട്ടിന്റെ പേര് അഴിഞ്ഞാട്ടം. പിന്നെ പടത്തിന്റെ ഭയം ഭക്തി ബഹുമാനം, ഭയഭക്തി ബഹുമാനം. ശരിക്കും ലാലേട്ടൻ ഇതിനകത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവങ്ങളായിരുന്നു ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഏകദേശം അതിന്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചു. അതിന്റെ മുന്നേ ഏകദേശം ഉറപ്പിച്ചായിരുന്നു. പക്ഷെ എന്നാലും അപ്പോൾ ലാലേട്ടനൂടി വന്നപ്പോൾ ഈ മൂവിയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് വരുന്ന ഒരു സമയത്ത് സ്ക്രീനിൽ. കാരണം ഇവർ രണ്ടുപേരുടെയും കോമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൺ സ്ക്രീനിൽ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ ലാസ്റ്റ് ആ ഒരു ട്രെയിലറിന്റെ അവസാനത്തെ ആ ഒരു ടൈമിൽ ഏകദേശം ഇവരുടെ രണ്ടുപേരുടെയും കുറെ സംഭവങ്ങളാ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കോംബോ കാണിച്ച് പിന്നെ അതുപോലെ തന്നെ ലാലേട്ടന്റെ എലമെന്റ്സ് നന്നായിട്ട്, പ്രത്യേകിച്ച് എനിക്കൊന്ന് ലാക്ക് ചെയ്യുന്ന ചില പടങ്ങളിൽ ലാക്ക് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, മാസ് എലമെന്റ്. ഇപ്പം തുടരിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എലമെന്റ് ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയോ സ്പടികം റെഫറൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഈവൻ ഗില്ലി റെഫറൻസ് അടക്കം യൂണിവേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യാറുണ്ട് ഇതിനകത്ത് ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇന്നത്തെ സോങ് വന്നേക്കുന്നത്. അഴിഞ്ഞാട്ടം എന്നാണ് സോങ്ങിന്റെ പേര്. ആൻഡ് സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ ആണ്. ശരിക്കും പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ഗോപിസുന്ദർ. ആൻഡ് ഇതിന്റെ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ MG അണ്ണനുണ്ട്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനുണ്ട്. സോങ് ഇടുക. റെഡി? ചിലർക്ക് നന്മന ചിലറിഞ്ഞ കൊമ്പന നമുക്ക് അണ്ണന. ചിലർക്ക് മകന ചിലർക്ക് നന്മന ഇടഞ്ഞ കൊമ്പന നമുക്ക് അണ്ണന. ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത് ഹൈപ്പ് കേറി കേറി എങ്ങോട്ടേത് ഓളം വെച്ച് വെച്ച് മേലോട്ടേത് നാട്ടാൻ കെട്ടി പാറും മാട്ടം ഇത് കേട്ടാലും കേട്ടാലും നോപ്പാണിത്. സിംഗം കിങ്ങായി വാഴും കാടാണിത്. അറ്റം കിക്കിൽ പാടും പാട്ടാണിത്. എട്ടല്ല പത്തല്ല 100,000 പിന്നാലെ കൂടുന്ന സ്റ്റാറാണിത്. ചുള്ളാവുന്ന
അവസാനത്തോട്ട് അതൊരു ലാലട്ടൻ പടായ പോലെ ഏകദേശം കായംകുളം കൊച്ചുണ്ണി പോലെ അല്ലേ വന്ന് അത് ഏകദേശം ഇവരുടെ മുടി എന്തോ ഡിഫറെന്റ് ഇതിനകത്തല്ലേ പെട്ടെന്ന് കാണുമ്പോ അദ്ദേഹമാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ആ മുടി വെക്കുമ്പോ കാരണം വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു റൺവേയിലേക്ക് ഒരു ദിലീപേട്ടൻ എന്ന് പറയുന്ന സമയത്ത് ഒരു അത് യങ് ലുക്കാണ് ഡെഫിനറ്റ്ലി അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏകദേശം ഒന്നാമത്തെ കാര്യം ദിലീപേട്ടനാണെന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു ഇത് കാണുമ്പോ. പിന്നെയാണെങ്കിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് നമ്മൾ ലാലേട്ടനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇവര് അത് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ലാലേട്ടൻ ലുക്കും ഡിഫറെന്റ് ഇതിനകത്ത് കുറച്ചൊരു മറ്റേ താടി കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഫുൾ ട്രിം ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് മീശക്കാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് നമ്മളുടെ ഏട്ടൻ എന്നൊക്കെയല്ലേ പറയാ. ഇത് ഏകദേശം ഒരു ഭയങ്കര തമിഴ് ടച്ച് ഇതിനകത്ത് എന്താ പറയാ. പിന്നെ ആണെങ്കിൽ MG ശ്രീകുമാർ പ്ലസ് വിനീത് ശ്രീനിവാസൻ പാടുന്ന സമയത്ത് അത് വേറെ ലെവല് തന്നെയായിരിക്കും എപ്പോഴും. ഇവരെപ്പോഴും പാടിയിട്ടുണ്ട് തോന്നുന്നു മുന്നേ. ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷൻ, രണ്ടുപേരുടെ വോയിസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഏകദേശം ഓപ്പോസിറ്റ് പോൾസ് വിൽ ബി എന്താ പറയാ അട്രാക്ട് എന്ന് പറയുന്ന പോലെയാണ്. കാരണം വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് കുറച്ചും കൂടി ഒരു കുറച്ച് ഹസ്കിയാണ് അല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും വരുമ്പോ ഒരുമിച്ചിട്ട് ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. അത് ആ ഒരു ഫോർമുല ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ആഗ്രഹിക്കുന്ന എന്താ, ഇവൻ മറ്റേ പടത്തിന് വന്നൊരു സാധനം തന്നെ ഇത്. അതായത് ലാലേട്ടനും മമ്മൂക്കിയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ല, എന്റെ ടീച്ചറോ ട്രെയിലറോ ഒരു സാധനം. ആ ഒരു സാധനം വന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഭവം എന്തായിരുന്നു, അവരുടേതായിട്ടുള്ള ഒരു അറ്റയറിൽ വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചേ. നമ്മളല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കിട്ടാനിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടിയില്ല അത് കണ്ടു കഴിഞ്ഞപ്പോ. അപ്പൊ ഇവിടെയും ഏകദേശം ഇതൊരു ലിയോ മറ്റേ പാട്ട് റെഡി. ഇനിയിപ്പോ പടത്തിൽ ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്ത് കുറെ സ്ഥലത്ത് ഗില്ലി യൂണിവേഴ്സിനും പിന്നെ അതുപോലെ ലാസ്റ്റിൽ മറ്റേ ട്രെയിലറിന്റെ അകത്ത് ഇന്ത ആട്ടം പോതുമാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. ട്രെയിലറിന്റെ എൻഡിൽ തമിഴ് ടച്ച് എന്തെങ്കിലും ഉണ്ടോ, ഇനി ബോർഡർ നടക്കുന്ന കഥ എന്തെങ്കിലും ആണോ, അങ്ങനെ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ വിജയണ്ണൻ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ സിനിമയിൽ, വല്ല പടത്തിന്റെ റിലേറ്റഡ്, ഇപ്പൊ വല്ല ഫാൻ ബോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ മൂവി ആയിട്ട് റിലേറ്റഡ് ഗില്ലി യൂണിവേഴ്സിനൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അവിടെ ഇതിന്റെ ബാക്കിൽ. പിന്നെ ലാലേട്ടന്റെ കഴിഞ്ഞ ട്രെയിലറിന്റെ അകത്തും എൻഡിൽ അവസാനം ഒരു ഗില്ലി യൂണിവേഴ്സ് ബാക്കിൽ കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ നമുക്ക് പുതിയതായതുകൊണ്ടായിരിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം എന്താ, ഇവരായിട്ട് അങ്ങോട്ട് ഇവരുടെ ഏതെങ്കിലും ഒക്കെ ഒരു ക്യാരക്ടർ പിടിച്ച് വരുന്നതാണ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യില്ലേ. ലാലേട്ടൻ എപ്പോഴും എന്താ പറയുക, ഒരു മുണ്ട് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം മറ്റേ നമ്മള് മറ്റേ പടത്തില് ഒരു മുണ്ടെടുത്ത് അഴിഞ്ഞാടുന്ന ഒരു സംഭവമാണ്. ഇവൻ ദിലീപേട്ടനാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ആ ഒരു പഴയ ആ സാധനം, ആ ഒരു കുറിയൊക്കെ തൊട്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. അപ്പൊ ഇവിടുന്ന് ആ ഒരു തമിഴ് ടച്ചിന് കേൾക്കുന്ന സമയത്ത് ഇവൻ തുടരും മൂവിന്റെ അകത്ത് നമ്മൾ ആ ഒരു അവസാനത്തെ ഒരു സോങ് ഉണ്ട്, അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ പോലത്തെ ഒരു സംഭവം. അതാണ് ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഹൈപ്പ് കുറക്കാനാണ് ഈ പടർക്കിയെന്ന് അറിയില്ല. അപ്പൊ ഒന്നും കുറക്കാൻ വേണ്ടിട്ട് പാട്ടിട്ടതേ ഉള്ളൂ. കാരണം ഓവർ ഹൈപ്പ് ആയാലും പ്രശ്നമാണല്ലോ. അതും സത്യമാണ്. ഒന്നാമത് എന്താ അറിയോ, ആദ്യം വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല ഈ പടത്തിന്. പക്ഷെ എന്താ പറയാ, ദിലീപേട്ടന്റെ കേസിന്റെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം കുഴപ്പമില്ല, ഇനി സിനിമ നന്നായിട്ട് വരുന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ലാലേട്ടനും കൂടി സിനിമയിൽ വന്നോടുകൂടി ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറി നിൽക്കുകയാണ് സിനിമ. പ്രത്യേകിച്ച് ഇതൊരു ലാലേട്ടൻ പടമായി മാറി ഓൾമോസ്റ്റ്. ഇതിന്റെ എൻഡിലൊക്കെ ആ രാജാവിന്റെ ഷോട്ട് കാണിച്ചപ്പോ ഭയങ്കര സൈഡായി പോകുന്നില്ലേ. ഉണ്ടാവില്ല അല്ല, പക്ഷെ പാട്ട് വരുന്ന സമയത്ത് നമ്മളാളെ പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ലാലേട്ടൻ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതില് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് അറിയാം, ലാലേട്ടന്റെ സ്റ്റെപ്സ് അവസാനം ആ ചെയറിൽ ഇരിക്കുന്നുണ്ട് ഒരു കറക്റ്റ് ഒരു രാജാവ്. മറ്റേ ഈ മറ്റേതൊക്കെ ഇല്ലേ, എന്താ പറയാ, ഈ നമ്മൾ പറയില്ലേ വില്ലനാണോ നായകനാണോ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, ഭയങ്കര ഒരു രണ്ട് ക്യാരക്ടർ ഉള്ള ഒരു ഇതുള്ള അങ്ങനത്തെ ഒരു സംഭവം. ഭയങ്കര മൈറ്റ് ബി ലൈക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര ഒരു, നമ്മൾ പറയില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കി പോവും. അതാണ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അതായത് അതായത് അത് അറിഞ്ഞിട്ട് വന്നാണോ അറിയാണ്ട് വന്നാണോ, അത് നാച്ചുറൽ ആയിട്ട് കിട്ടിയാണോ എന്താണെന്നറിയില്ല. ലൂസിഫർ സ്റ്റൈലാണ് ലോങ്ങിൽ പോകുമ്പോൾ
പോകുമ്പോൾ. അവിടെയാണ് ഒരു വില്ലൻ നായകൻ രണ്ടും കൂടി ഉള്ള ഒരു ഭാവം പെട്ടെന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രാവണനൊക്കെ ഇരിക്കുന്ന പോലെ. രാവണാണല്ലോ, രാവണപ്രഭു ഉണ്ടല്ലോ. അതേ പറഞ്ഞത് രാവണൻ എഫക്ട്. പ്രത്യേകിച്ച് മൂവി ദിലീപേട്ടന്റെ പടമാണ് രാമൻ എഫക്ട്, രാവണൻ എഫക്ട് എന്ന് പറഞ്ഞിട്ട് രാവണപ്രഭുവിന്റെ ഡയലോഗ് സിദ്ദിഖ് പറയുന്നുണ്ട്. അത് കാലങ്ങൾക്ക് ശേഷം നമ്മളത് മനസ്സിലാവുന്നത്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലേ അതിൻ്റെ അകത്ത് നമ്മളെ ഷാന്റെ ഒരു യൂഷ്വൽ ബീറ്റ് തന്നെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. എപ്പോഴും ഉള്ള അതായിരിക്കും കേട്ടോ. അതായത് നമ്മളിപ്പോ ആക്ച്വലി കൂടുതൽ കേൾക്കുന്നത് ആരാ? ജെയ്ക്സ് ബിജോയ് ആൻഡ് അതിന് മുന്നേ സുഷിൻ ശ്യാം. സുഷിൻ ശ്യാം നമുക്കറിയാം കുറച്ചൊരു വേറെ ബീറ്റായിരിക്കും, ആ ഒരു സംഭവമായിരിക്കും വരുന്നത്. ജെക്സ് ബിജോയ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മാസ് ഓറിയന്റഡ് പ്ലസ് ഒരു ക്ലബ് മിക്സ് ഒക്കെ ഉണ്ടാവും. ഷാൻ കുറച്ച് നാടനാണ്, മിക്സ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇത് വന്നില്ല, ഇതിനകത്ത് വന്നില്ല. ഷാന്റെ ഒരു ആടിലൊക്കെ പാട്ട് പോലെ ഉള്ളത് കുറച്ച്, പക്ഷെ നമ്മളെ പുതിയ ഇതിന്റെ ഒരു മിക്സ്, അതായത് ലിയോന്റെ ഒരു ടച്ച് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടും കൂടി ആയത്. പിന്നെ ലിറിക്സും അങ്ങനെ ഒരു ചിലപ്പോ എനിക്ക് കൂടുതൽ തോന്നുക ഇപ്പൊ കൂടുതലും നമ്മള് മലയാളത്തിലാണെങ്കിൽ ജെക്സ് ബിജോയ്, അവിടെയാണെന്ന് തമിഴിലാണെങ്കിൽ അനിരുദ്ധ്, ഇവരുടെയൊക്കെ ഇങ്ങനെ കേട്ട് 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 ഏകദേശം ആ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു പോലെ അതായിരിക്കും ചിലപ്പോ ഈ പടത്തിൽ ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുമായിരിക്കും അല്ലേ, സിറ്റുവേഷനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിക്കണെന്ന് വെച്ചാല് കാണാൻ രസമുണ്ട്, അത് കഴിഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തോ പോലെ തോന്നുന്നത് അല്ലെ, ആ സമയത്ത് ഓക്കെയാണ്. ഈ ലൂപ്പ് മോഡ് അവർ പറയുന്ന പോലെ ഉണ്ടോന്ന് അറിയില്ല പിന്നീടല്ലേ. അത് മറ്റേ പാട്ട് അങ്ങനെയായിരുന്നില്ലേ, കച്ചേരി തളപതി കച്ചേരി. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത്ര. എന്തോ കഞ്ഞി കുടിക്കാത്തൊരു ഫീൽ ആയിരുന്നു ഫസ്റ്റ്. പിന്നീട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി ആ പാട്ടിന്. അങ്ങനെയായിരുന്നു, അതായത് ഇങ്ങനെ ആ ഒരു സാധനം അടിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യും, കാരണം ചിലപ്പോ നമ്മളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ചിലപ്പോ അതായിരിക്കും. പക്ഷെ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം കേൾക്കുന്ന സമയത്തില്ലേ ഭയങ്കര ഒരു പ്രത്യേകിച്ച് വിജയണ്ണന്റെ ആ ഒരു വോയിസും കൂടി അതിനകത്ത് വരുമ്പോ ഭയങ്കര രസമായിട്ട് തോന്നും നമുക്ക്. അതങ്ങനെയാണ്, ചില സോങ്സ് അങ്ങനെ കേട്ടോ. നമ്മൾ 1-2 സോങ്സ് ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പറയും ഇത് എന്താന്നുള്ളത്, പക്ഷെ അതിനുശേഷം ചിലപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് അറിയാം, എനിക്ക് തോന്നുന്നു ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ ചേട്ടനാണല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അദ്ദേഹമാണ് ലിയോന്റെ കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ആ സമയത്ത്. ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയാണ് ഇങ്ങനെ ഒരു സാധനം, ഏകദേശം ആ ലൊക്കേഷൻ അടക്കം അതുപോലെ ലൊക്കേഷൻ അതുപോലെ അറിയോ, കറക്റ്റ് കണ്ടായിരുന്നോ? ആ പുറത്തുനിന്ന് ഫസ്റ്റ് കാണിച്ച ഷോട്ട് ഇല്ലേ, അത് ആ ഒരു പഴയ മറ്റേ പൊളിച്ചു മാറ്റിയിട്ടുണ്ടാവില്ല. പടത്തിന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നില്ലേ, എന്താ പറയാ, പ്രൊഡ്യൂസേഴ്സിന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രശ്നം ഈ പടത്തിന്? ഏതൊരു പടത്തിന് നമ്മള് കേട്ടില്ലേ, ഏതോ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് 2-3 അതിന് ശേഷം പിന്നെയും ആൾക്കാര് വരണ്ടോ എന്നൊക്കെ. അത് ഇതിനാണ് അത് ഇതിനല്ല, അത് വേറെ പടത്തിന്. അല്ല, എമ്പുരാനായിരുന്നു. എമ്പുരാനിൽ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോ ഗോകുലം ഗോപാലനാണ് സഹായിച്ചെന്ന് പറഞ്ഞു. അത് കുറെ പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തിരുന്ന സിനിമ. നല്ല ചെലവുണ്ടാവില്ല പുറത്ത് പോകുമ്പോ. ഇവിടെ ഒന്ന് പറവൂർ വരെ പോയി ഇങ്ങനെ ഉണ്ടാവും ചെലവ്. അപ്പൊ ഇവർ ഈ വിദേശത്തൊക്കെ പോയിട്ട് നമ്മള് 3 പേരൊന്ന് പറവൂര് പോകുമ്പോ തന്നെ എന്തൊരു ചെലവുണ്ടാവും. ഇവിടുന്ന് ഈ പറവൂർ ടൗൺ പോകുന്നു. അപ്പൊ ഇവർ ഈ മറ്റേ കണ്ട പുറത്തുള്ള എല്ലാ സ്ഥലത്തും ഹെലികോപ്റ്ററും ഹെലികോപ്റ്ററൊക്കെ എടുത്ത് അത്രയും വലിയ ക്രോനിയും കൊണ്ട് പോകുന്ന സമയത്ത് എന്തൊരു ചെലവുണ്ടാവും. അപ്പൊ അവസാനം എനിക്കൊന്ന് ലൈക്ക പ്രൊഡക്ഷൻ ആണ് നീ പറഞ്ഞത്. 100 രൂപയാണെങ്കിൽ അവർക്ക് 100 കോടി. അതെ, അത് 200 എന്തോ 150 എന്തോ കോടി കണക്കാണ്. അല്ല, അതിനകത്ത് ആദ്യം ലൈക്ക് ആയിരുന്നു ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇതാണോ എന്ന് വിചാരിച്ചു. ഇല്ല, ഗൂഗിളും വന്നു പിന്നെ അത് മതിയില്ലേ. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ സോങ്. ഓക്കെ എനിക്ക് കേട്ടോക്കിട്ട് പറയാം നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയെന്ന് പറയട്ടെ. അതായത് സോങ്ങിന്റെ പ്രശ്നം ചിലപ്പോൾ നമ്മളറിയില്ല, എല്ലാം കൂടി ഒത്തുണങ്ങി വരാത്തോണ്ടായിരിക്കും. ചിലപ്പോൾ എന്താ വെച്ചാൽ സോങ് ഇച്ചിരി പോയാലും വിഷ്വൽ നന്നായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ ഇതിനകത്ത് വിഷ്വലിനകത്തും കുറച്ചൊരു ഇത് എനിക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയാം. ഡാൻസ് നന്നായിരുന്നു. അവരുടെ ആ ഒരു കാണിച്ച പ്രത്യേകിച്ച് കോമ്പിനേഷൻ കാണിക്കുന്നതൊക്കെ നല്ല ഒരു ബ്രദർ ഫീൽ കിട്ടുന്നുണ്ട്, അണ്ണൻ തമ്പി സാധനം കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ അടുത്ത വീഡിയോയിൽ കാണാം.